അതെ, ഇത് നമ്മുടെ മാളൂന്റെ ചെക്കനാ കുമാർ. കുമാരേട്ടൻ. ആ, കുമാരേട്ടൻ. ഹായ്. ഹായ്. സമർപ്പിച്ചോളൂ. അഗ്നിസാക്ഷിയായി ചേർന്ന ഈ ദാമ്പത്യബന്ധം കൂടുതൽ ദൃഢമാകട്ടെ. ഇനി ഈ പൂക്കൾ രണ്ടുപേരും ഒരുമിച്ച് സമർപ്പിക്കുക. മനസ്സിലും ജീവിതത്തിലും ഒരുമ കുറയാതിരിക്കട്ടെ. സമർപ്പിച്ചോളൂ. ജലചേച്ചി, എന്താ ആശേ? ഈ പൂജയൊക്കെ ചെയ്താ ശരിക്കും എന്തെങ്കിലും ഗുണം ഉണ്ടാവോ? പിന്നില്ലാതെ. ഇത് ദാമ്പത്യ ഐശ്വര്യ പൂജയല്ലേ? ഈശ്വരൻ അനുഗ്രഹിച്ച അമൃതമോൾക്ക് സന്താന ഭാഗ്യത്തിന്റെ പെരുമഴയായിരിക്കും. അതെ, ഒരു 4 കുട്ടികളെങ്കിലും ഉണ്ടാവും. നോക്കിക്കോ. ആന്റി, ഞാൻ കോൾ എടുത്തിട്ട് വരാം. മോളെ, ഭർത്താവിന് മംഗളാരതി ഒഴിഞ്ഞോളൂ. 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 ഇനി ഭർത്താവ് ഭാര്യയ്ക്കും മംഗളാരതി ഒഴിഞ്ഞോളൂ. കുട്ടിയിരുന്നുള്ളൂ. ഇരുന്നോളൂ. പരസ്പരം മംഗളം നേരുന്നതാണ് ദാമ്പത്യത്തിന്റെ ഐശ്വര്യം. സുധേ, ഒരു കാര്യം. സർ, പതുക്കെ. വേണ്ടടോ, വരൂ. ആ, അത് ശരി. എന്താ നമ്പ്യാർ സാറേ? അല്ല സുധേ, നമ്മുടെ മാളുവിന്റെ കല്യാണ കാര്യങ്ങളൊക്കെ ഇവിടെ വരെയായി. ചെറുക്കന്റെ വീട്ടുകാരെല്ലാം ഉറപ്പിച്ചിട്ടാ പോയത്. ഓഹോ. ഇനിയൊരു തീയതി നിശ്ചയിച്ചിട്ട് കല്യാണം നടത്തിയാ മതി. എടാ ഫൈസലെ, ഞാൻ ഇപ്പൊ തിരിച്ചു വിളിക്കാം. അല്ല, കുമാർ എന്നല്ലേ ആ പയ്യന്റെ പേര്? അതെ സാർ. ഞാനേ അവനെ ഇതുവരെ കണ്ടിട്ടില്ല. കുമാർ പൂജയ്ക്ക് പങ്കെടുക്കാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് ശരി, അതെന്തായാലും നന്നായി. അല്ല, എനിക്കപ്പോ മാളുവിന്റെ ചെക്കനെ നേരിട്ട് കാണാമല്ലോ. ദൈവമേ, കരിക്കിനകത്ത് ബ്രാൻഡി ഒഴിച്ച് സ്ട്രോ ഇട്ട് വലിച്ചുകൊണ്ടായിരിക്കും ആ കുമാർ ഇങ്ങോട്ട് കയറി വരുന്നത്. അങ്ങനെങ്ങാനും വന്നാൽ അതോടെ എല്ലാം തീർന്നു. ഓ, ടെൻഷനായല്ലോ. അതെങ്ങാനും കണ്ട മുത്തശ്ശൻ അവനെ അപ്പം ഗെറ്റ് ഔട്ട് അടിക്കും. അവളുടെ കല്യാണവും മുടങ്ങും. അതോടെ
മാളവനോടുള്ള എൻ്റെ പ്രതികാരവും പൊളിഞ്ഞ് പോളീസാവും. ശടാ, ഇനി എന്ത് ചെയ്യും? ആ ഓക്കെ. ആ അതെ. ആ അതെ മോനെ. അല്ല, അച്ഛനും അമ്മയൊന്നും വന്നില്ലേ? ഇല്ല, അവർക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. പിന്നെ മാളുവിനെ കാണാനും മാളുവിനോട് സംസാരിക്കാനൊക്കെ ഞാൻ മാത്രം വന്നാൽ മതിയല്ലോ. എന്നാലും അവരെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ആ മോൻ വാ, അകത്തേക്ക് വാ. വാ. ആ കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നും തോന്നില്ലല്ലോ. ആ കുഴപ്പമൊന്നും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു. മാളൂ, മോളെ മാളു, വാ മോനെ. വാ മോനെ. അതെ, ഇത് നമ്മുടെ മാളൂന്റെ ചെക്കനാ, കുമാർ. കുമാരേട്ടൻ. ആ കുമാരേട്ടൻ. ഹായ്. ഹായ്. നിങ്ങളിങ്ങനെ മാറുന്ന എങ്ങനെയാ? അങ്ങോട്ട് ചേർന്ന് നിൽക്ക്. അശ്ശോ. ആ ഇപ്പൊ ജോഡി കംപ്ലീറ്റ് ആയി. നിന്റെ ശ്രീയേട്ടൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ എൻ്റെ ചേച്ചി അനുഭവിക്കുന്ന വേദന എന്താണെന്ന് ഇവൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ നീയോ അറിയണോടി. വന്നപ്പോൾ തന്നെ ഞാൻ മാളുവിനെ കണ്ടായിരുന്നു. പക്ഷെ മാളു എന്നെ കണ്ട ഭാവം പോലും നടിക്കാതെ കയറി പൊക്കളഞ്ഞു. എന്തുപറ്റി?